അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫൈസൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധ മക്ക മദീന ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ചരിത്ര വീഡിയോസിൻ്റെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തു വെക്കാനും മറക്കരുതെന്ന് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി അല്ലെങ്കിൽ ഉംറയ്ക്കായി മക്കയിലേക്ക് പോകുന്ന ആളുകൾക്ക് കാണാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് മക്കയിലെ ഈ കാണുന്ന പ്രാവുകൾ. ഫൈസ് മീഡിയയുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ മക്കയിലുള്ള ഈ പ്രാവുകളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. മക്കയിലെ പ്രാവുകളെക്കുറിച്ച് വളരെ ഗഹനമായി പഠിച്ച ചരിത്ര ഗവേഷകർ പറയുന്നത് മക്കയിലെ പ്രാവുകൾ ചില്ലറക്കാരല്ല എന്നാണ്. അതായത് സാധാരണ നമ്മൾ കാണുമ്പോഴുള്ള പ്രാവുകളല്ല. മക്കയിലെ പ്രാവുകൾക്ക് പിന്നിലും ഒരു ചരിത്രമുണ്ട്. പരിശുദ്ധ മക്കയുടെ ചരിത്രവും അതുപോലെ തന്നെ നുബുവത്തിൻ്റെ സവിശേഷതകളും ഗവേഷണം ചെയ്യുന്ന സമീർ അഹമ്മദ് അൽ ബർഹ എന്ന ചരിത്ര ഗവേഷകൻ മക്കയിലെ പ്രാവുകളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹിജ്റ ചരിത്ര പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വേളയിൽ ശത്രുക്കളിൽ നിന്ന് അഭയം തേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒളിച്ചു താമസിച്ച സ്ഥലമാണ് സൗർ ഗുഹ എന്ന് പറയുന്നത്. പരിശുദ്ധ മക്ക സന്ദർശിച്ചവർക്ക് ഇന്നും സൗർ ഗുഹ അതേപടി കാണാൻ സാധിക്കുന്നതുമാണ്. സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും താമസിച്ച സമയത്ത് നബിതങ്ങളെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും തേടി ശത്രുക്കൾ വന്നാലും സൗർ ഗുഹക്കുള്ളിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കാൻ ഗുഹയുടെ ബാഹ്യഭാഗത്തു ചിലന്തി വല കെട്ടുകയും അതുപോലെ തന്നെ പ്രാവ് അടിയിരിക്കുകയും ചെയ്ത കഥകൾ ചരിത്ര പ്രസിദ്ധമാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹായമായി ഗുഹയിൽ കൂടുണ്ടാക്കിയ പ്രാവുകളുടെ പിൻഗാമികളാണ് ഇന്ന് മക്കയിലുള്ളത് എന്നാണ് ചരിത്ര ഗവേഷകൻ സമീർ അഹമ്മദ് അൽ ബർഹ പറയുന്നത്. ആകൃതിയുടെയും അതുപോലെ നിറങ്ങളുടെയും ഭംഗി കൊണ്ടും ഹറമിലെ പ്രാവുകൾ വ്യത്യസ്തമാണ്. നീളമുള്ള കഴുത്തിനു ചുറ്റും വ്യതിരിക്തമായ നിറങ്ങൾ, അതുപോലെ തന്നെ വരച്ച കണ്ണുകൾ എന്നിവയൊക്കെ മക്കയിലെ പ്രാവുകളുടെ സവിശേഷതകളാണ്. ഈ വ്യത്യാസങ്ങളൊക്കെ ലോകത്തുള്ള മറ്റു പ്രാവുകളിൽ നിന്നും മറ്റു പക്ഷികളിൽ നിന്നും മക്കയിലെ പ്രാവുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട് എന്നാണ് സമീർ അഹമ്മദ് അൽ ബർഹ പറയുന്നത്. പ്രാവുകളുടെ കൂട്ടങ്ങൾ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ മിനാരത്തിൻ്റെ ചുറ്റുമൊക്കെ കറങ്ങുന്ന ആ കാഴ്ചകൾ അതിമനോഹരമാണ്. മക്കയിലെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ സ്വീകരിക്കാൻ എത്തുന്ന ഈ പ്രാവുകൾക്ക് ഭക്ഷണം നൽകാനായി മാത്രം പ്രത്യേക കൃഷിസ്ഥലങ്ങളും മറ്റും ഉണ്ടായിരുന്നതായി വഖഫിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നതായും ചരിത്രമുണ്ടെന്നാണ് മക്കയിലെ പ്രാവുകളെക്കുറിച്ച് പഠിച്ച സമീർ അഹമ്മദ് അൽ ബർഹ പറയുന്നത്. പരിശുദ്ധ മക്കയും മദീനയും സന്ദർശിക്കാനും ഹജ്ജും ഉംറയും നിർവഹിക്കാനും ഇസ്ലാമിക ചരിത്ര സാക്ഷ്യങ്ങൾ നേരിട്ട് കണ്ട് ഈമാൻ വർദ്ധിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.